ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതുക്കിയ താൽപര്യത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ ആർട്ടിക് ദ്വീപിന്റെ ഭാവി ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും ബാഹ്യ ഇടപെടലുകൾ നിരസിക്കുന്നുവെന്നും നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കിയുള്ള ട്രംപിന്റെ നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത ലക്ഷ്യം ഗ്രീൻലാൻഡും. ഏറെ വർഷക്കാലത്തെ ഈ ഒരു ചിരകാല സ്വപ്നമാണ് US സംബന്ധിച്ച് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഹാരി ട്രൂമാൻ 1946-ൽ ഹാരി ട്രൂമാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യം ഇത്തരത്തിലുള്ളൊരു കാര്യം വിഭാവനം ചെയ്യുന്നത്, അതിൻ്റെ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വരികയും ചെയ്തത്. ഇങ്ങനെ ഒരു ഗ്രീൻലാൻഡിനെ ലക്ഷ്യമാക്കി അമേരിക്ക ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഏകദേശം 50 വർഷത്തിന് ശേഷമാണ് പുറത്തു വരികയും ചെയ്തത്. പിന്നീട് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വീണ്ടും നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വാർത്ത കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഡെൻമാർക്ക് കൃത്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഒരു തരത്തിലും തങ്ങൾ ഗ്രീൻലാൻഡ് വിട്ടു നൽകില്ല. ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച് അവിടുത്തെ ധാതു വിഭവങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊന്ന് റഷ്യയും ചൈനയുടെയും അവിടുത്തെ സ്വാധീനം ഇല്ലാതാക്കുക, അതിൽ കൂടുതൽ മേൽക്കൈ നേടുക എന്നുള്ള പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇങ്ങനെ ഒരു നീക്കം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് പ്രകാരം വൈറ്റ് ഹൗസ് ഇറക്കിയ പ്രസ്താവന അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഒരു സൈനിക നടപടിയിലേക്ക് ഉള്ള ആലോചനകൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകൾ വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ച് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഒരു ഘട്ടത്തിലും നമുക്ക് തള്ളിക്കളയാനാകില്ല. വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതേ രീതിയിൽ ഗ്രീൻലാൻഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചാൽ അതൊരു തരത്തിലും നമുക്ക് ലോകരാജ്യങ്ങൾ അതിനെ അപലപിച്ച് രംഗത്ത് വന്നാൽ പോലും തന്നെ ഇപ്പോഴും ഡെൻമാർക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഇതിനെതിരെ രംഗത്തുണ്ട് എങ്കിൽ പോലും തന്നെ അങ്ങനെ ഒരു നടപടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പോലും സംശയിക്കേണ്ടതില്ല. ആ രീതിയിലുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ അമേരിക്ക കടന്നേക്കാം എന്നുള്ള വ്യക്തമായ സൂചനകൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് വളരെ അത്യാധുനിക സംവിധാനങ്ങൾക്കൊക്കെ വേണ്ട റെയർ എർത്ത് മിനറൽസ് എന്ന ധാതു വിഭവങ്ങൾ അത് കൂടുതൽ ഈ ഒരു ഗ്രീൻലാൻഡിലുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ഒന്നാണ്, ഏറ്റവും വലിയ ദ്വീപുകളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ് പേരുണ്ട് എങ്കിൽ പോലും തന്നെ 80% പൂർണ്ണമായും ഐസുകൾ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രകൃതിയുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റ് സൈനിക തലത്തിലുമുള്ള ഒക്കെയുള്ള സ്വാധീനമൊക്കെ ഡെൻമാർക്കിലാണ് എങ്കിൽ പോലും തന്നെ അതൊരു സ്വതന്ത്ര ദ്വീപ് രാഷ്ട്രമായി 2009 മാറുകയും ചെയ്തത്. അതിനുശേഷം അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ ആളുകൾ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു നടപടിയെ എന്തായാലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ഇനി എന്തായിരിക്കും ട്രംപിന്റെ നീക്കം, എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഒരു സൈനിക അട്ടിമറിയിലൂടെ, ഒരു സൈനിക നടപടിയിലൂടെ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ഉള്ള ചിരകാല സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി എടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഭവ്യ, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.